പെമ്പിള്ളാര് പോയോടി? വേറൊന്നുമല്ലടി, നീ അല്ലാതെ വേറെ ആരെയും നോക്കുന്ന എനിക്കങ്ങ് ഒരുമാതിരിയാ. ബ്രോ, എന്നെ മനസ്സിലായ? ദേശീയ പുരസ്കാരം നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ? എനിക്കിനെ അറിയില്ല. ആരാ നീ? നിങ്ങൾ ഇന്നലെ ഹാക്കിങ്ങിന്റെ കാര്യത്തിലുണ്ടോന്നില്ല, അതാണ് ഞാൻ. ഇത്ര എക്സ്പ്രഷൻ മതിയാ? നിങ്ങൾക്ക് ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ പറഞ്ഞുതരാം, പക്ഷേ ആവശ്യഘട്ടങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാവൂ. ഓക്കെ സാർ. ഉദാഹരണത്തിന് നിന്നെ ഒരാളിങ്ങനെ കുത്തിനേറി പിടിച്ചാൽ നീ എന്ത് പറയും? കഴിവറാ മോനെ എന്ന് പറയും. അച്ഛാ, ഞങ്ങളൊന്ന് ഷോപ്പിങ്ങിന് വിട്ടു. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു സ്ത്രീ ഇങ്ങനെ വസ്ത്രം ധരിച്ച് പുറത്തു പോകാറില്ല. ഈ പ്രാവശ്യത്തെ ശാസ്ത്രമേള കഴിയുമ്പോ എല്ലാരും അറിയും യഥാർത്ഥ ന്യൂട്ടൺ ആരാണ്. മാജിക്കൽ പവർ സ്റ്റേഷൻ ഓഫ് അമേരിക്ക. ഇതോ പോവാനുണ്ട് സാറേ, എന്റെ ന്യൂട്രൽ എവിടാന്ന് അറിയാൻ പറ്റുന്നില്ലല്ലോ. KCBയിൽ ജോലി, ന്യൂട്രൽ ഏതാന്നറിയില്ല. ആ ബ്ലാക്ക് വേറെ പിടിച്ച് കേറി വരുന്നത് ദിവസവും മോർണിംഗ് ആൻഡ് ഈവനിങ് വാക്കിന് പോണം. വേണമെങ്കിൽ ഗമയ്ക്ക് ഒരു പട്ടിയും കൂടെ ആവാം. ഓ, താൻ കൂടെ പോന്നോളൂ. ഇത് നമ്മുടെ പുതിയ പട്ടിയാ. പന്നിയൊന്നുമല്ല, പട്ടിയാ. കണ്ടൂടെ? ഞാൻ പട്ടിയോടാ ചോദിച്ചത്. എടാ വാവേ, നീ ഏതാണ്ടൊക്കെ മുങ്ങാൻ പോണെന്ന് പറഞ്ഞ ഇപ്പൊ നാട്ടിന്നേ മുങ്ങാണ്. ഈ പ്രാവശ്യം പള്ളിപ്പെരുന്നാൾ നടക്കൂ. എടാ വാവേ, മാമോദിസ മുങ്ങിയാലേ ഒരാൾ ക്രിസ്ത്യാനിയാവും. ഇപ്പൊ ശരിക്കും നിന്റെ ജാതി ഏതാ? എന്റെ ജാതി ഏതാണെന്ന് അറിയാടാ എനിക്ക്. കണ്ടോ? അനിയന്മാരെ, ഈ കല്യാണം എന്ന് പറയുന്നത് ബസ് സ്റ്റാൻഡിലെ കക്കൂസ് പോലെ. പുറത്ത് ക്യൂ നിൽക്കുമ്പോ എത്രയും പെട്ടെന്ന് അതിന്റെ അകത്ത് കയറാൻ തോന്നും. അകത്ത് കയറിയാലോ എന്റെ അമ്മേ, ജീവനും കൊണ്ട് പുറത്ത് ചാടിയാ മതി. ഇച്ചിരി പ്രസാദത്തിന് വേണ്ടി ആരെങ്കിലും അമ്പലം പണിയോടാ പിള്ളേരെ. That's my bag. Sorry. That's okay. Suvarna Nair. Press? Yes. You mean press? Yes. Maybe next time? What? இது ஓகே. இந்த கலர் எனக்கு பிடிக்கலப்பா. இந்த கலரை பாருங்க, சூப்பரா இருக்கு. இது ஓகே. எப்படி மாமா அமெரிக்கா நான் எடுத்து போடவா? எப்படி இருக்கு? யார் எடுத்தா என்னடா? என் மருமகளுக்கு இதை கண்டா குத்துவளுக்கு மாதிரி இருக்கும்டா. எவ்வளவு தம்பி இது? அவங்க கிட்ட தான் கேட்கணும். സാറിനറിയോ, ഈ പ്രേമം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു പ്രാന്താ സാറേ, പ്രാന്ത്. അത് തലയിൽ കയറിയാ പിന്നെ തല്ലും വെട്ടും കുത്തും ചോരയൊക്കെ. ഇതാ സാറേ. എങ്ങനെ ഇരിക്കണം? നീ ആര്? ജാക്കി ചാന? മേലാണെങ്കിൽ പണിയെടുത്ത് പരിചയമില്ലാത്ത നീ എങ്ങനെയാ കരാട്ടെ പഠിച്ചത്? കരാട്ടെ? എടാ, എന്റെ പൈന്റ് ഉപ്പ് ഈ ബാഗിനകത്തായിരുന്നു. കാശ് പോയാൽ ഞാൻ സഹിക്കും. പക്ഷെ 1-ാം തീയതി ആയിട്ട് ഈ പൈന്റ് ഉപ്പ് എങ്ങാനും പൊട്ടിയിരുന്നെങ്കിൽ ആ ശവത്തിനെ ഇന്ന് കൊന്നേനെ ഞാൻ. അടിച്ചു പൂസ് മലയാളി രജനി പോലെ മാസ്. ഇത്തിരി കുടിച്ചോ? വേണ്ട, കുടിച്ചു നോക്ക്. ഇതാവുമ്പോ സ്മെല്ലുണ്ടാവില്ല. അടിച്ചു പൂസ് മലയാളി രജനി പോലെ മാസ്. ഈ പാടെല്ലാം പെട്ടവന്റെ പണി തീർത്താൽ ആ വില്ലിലുള്ള 40% കിട്ടുമോ അതോ അഴി എണ്ണുമോ വക്കീലേ? എന്റെ അളിയ കരുനാക്കെടുത്ത് എന്തെങ്കിലും എഴുന്നള്ളിക്കാതെ ബാക്കിയുള്ളവർ ഉറങ്ങിയിട്ട് 2 ആഴ്ചയായി. ഇനി അവസാനം ഇയാൾ കാലി മാറിക്കളയോ വക്കീലേ? എന്റെ അമ്മ 2 കെട്ടിയതാണെങ്കിലും ഞാൻ ഒരു തന്തയ്ക്ക് പറഞ്ഞവനാ.
എന്താ രാവിലെ കഴിച്ചത്? ഗോതമ്പ് പുട്ടും പപ്പടവും. പശുവോ? പശുവല്ല, ഞാൻ. അത് ശരി. തന്റെ കാര്യമല്ല, പശുവിന്റെ കാര്യമാണ് ചോദിച്ചത്. 2 ദിവസമായിട്ട് തീറ്റയില്ല, കുടിയില്ല. കല്യാണം കഴിഞ്ഞതാ? പശുവിന്റെയാ? ഇപ്പൊ ചോദിച്ചത് തന്റെ കാര്യമാണ്. എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. മക്കള്? 3. വെരി ഗുഡ്. ഇതാരാ? എന്റെ മോനാ ഗോപു. എന്ത് ചെയ്യുന്നു? എന്തും ചെയ്യും. പുറമേക്കുള്ള ഗൗരവൊന്നും കണക്കിലെടുക്കണ്ട, എന്നെ പോലെ തന്നെയാ. മണ്ടനാ. എന്താ ഓടാത്തെ? എന്നാലും ഇങ്ങനെ പിടിക്കുമ്പോ ഒരു സുഖമുണ്ട്. എന്നാലേ ഇനി ഓടാൻ തോന്നുമ്പോ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ പിടിച്ച് നിർത്തിക്കോളാം. വാ. എനിക്ക് ഓടാൻ തോന്നണം. ഒന്ന് വരാമോ? ഇതാണ് ഒരാള്, താര. ഹായ്. മോളവിടെ ജോലി എടുക്കുവാണോ? യാ, ഐ ആം എ മസാജ് തെറാപ്പിസ്റ്റ്. വിലാസിനമ്മയ്ക്ക് മനസ്സിലായില്ലേ? നമ്മുടെ ദുബായിലെ ശില്പയുടെ കുട്ടികളാ. നീ ഏതാ? മേലാളന്റെ മോന്റെ പുറകെ കൂടി ഞാൻ അറിഞ്ഞ കൊന്നളെ നിന്നെ ചന്തയിലെ കഴിവട മോന്റെ മോനെ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.